ഏതായാലും നമ്മൾ ഇപ്പോൾ ഏതായാലും വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 12-ന് ആദ്യ മദർഷിപ്പ് ഇവിടെ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഒരുക്കങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ 12-ാം തീയതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മദർഷിപ്പ് ആദ്യമായി എത്തുകയാണ്. ആ മദർഷിപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി തീരം മുഴുവൻ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3 മണിയോടുകൂടി ഒരു സംഘാടക സമിതി ഞങ്ങൾ വിഴിഞ്ഞത്ത് വെച്ച് ചേരുന്നുണ്ട്. മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കും. അവിടെ വെച്ച് സംഘാടക സമിതി രൂപം കൊള്ളും. 12-ാം തീയതി കപ്പലിനെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ആദ്യത്തെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം ഉൾപ്പെടെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ തീരുമാനങ്ങളും ഇന്നത്തെ സംഘാടക സമിതി കൈക്കൊള്ളും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ആ പ്രദേശത്തെ ജനപ്രതിനിധികളെ എല്ലാം ക്ഷണിക്കുന്നുണ്ട്. ഈ ജില്ലയിലെ മന്ത്രിമാരെല്ലാം ഉണ്ട്, ബോർഡംഗങ്ങളുണ്ട്. എല്ലാവരും ചേർന്ന് ആദ്യത്തെ കപ്പലിനെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമാക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു ഈ തുറമുഖം. കാരണം ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി മാറുന്നു. ലോകത്തെ ഒരുപക്ഷെ 10 തുറമുഖങ്ങളെടുത്ത് അതിലൊന്നായി വിഴിഞ്ഞം തുറമുഖം മാറുന്നു. അപ്പോൾ ഏറ്റവും പ്രസക്തിയുള്ളൊരു തുറമുഖം കേരളത്തിൻ്റെ സാമ്പത്തിക വാണിജ്യ വ്യാവസായിക തൊഴിൽ മേഖലയിൽ ഒമ്പിച്ച പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഈ തുറമുഖം നാളുകളിൽ കേരള യുവത്തിൻ്റെ പ്രതീക്ഷയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനത വിഴിഞ്ഞം തുറമുഖത്തെ ഉറ്റുനോക്കുന്നു, വിശേഷിച്ചും മലയാളികൾ. ആ നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു സാഹചര്യം 12-ാം തീയതി സംജാതമാകുകയാണ്. ട്രയൽ റൺ എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ തുറമുഖം കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. എത്രയും വേഗം അതിനുള്ള പരിപാടികളെല്ലാം പൂർത്തിയാക്കും. ഇതിനോടകം തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ 2960 മീറ്റർ പുലിമുട്ട് പൂർണ്ണമായി. കണ്ടെയ്നർ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ചൈനയിൽ നിന്ന് കൊണ്ടിരുന്നു. എല്ലാ തരത്തിലും ക്രെയിനെ ഇവിടെ കൊണ്ടിറക്കി. 31 ക്രെയിനാണ് ഇപ്പോൾ ഇതിനോടകം വന്നിട്ടുള്ളത്. കണ്ടെയ്നർ ബർത്ത് ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. 800 മീറ്ററാണത് വേണ്ടത്. 400 മീറ്റർ ഇത് ഇറക്കാൻ കൃത്യ രൂപത്തിൽ പാകപ്പെടുത്തി കഴിഞ്ഞു. യാർഡ് ശരിയായിട്ടുണ്ട്. ലൊക്കേഷൻ കോഡ് ശരിയായി. കസ്റ്റംസ് പോർട്ടായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ അനുമതിയും കിട്ടി. നമ്മൾ തുറമുഖത്തിലേക്ക് കടക്കുമ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റെയിൽവേ കണക്ടിവിറ്റി ഏതാണ്ട് 10.7 കിലോമീറ്റർ വരുന്നതാണ്. അതിൽ 9.2 കിലോമീറ്റർ ഭൂഗർഭപാതയായിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും കഴിഞ്ഞ് ഇപ്പോൾ തന്നെ കൊങ്കൺ റെയിൽവേ സംബന്ധിച്ച് DPR തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൊടുത്തത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് NHുമായി ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡിൻ്റെ പ്രശ്നം ഞങ്ങളുടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു ഇംപ്ലിമെൻഷൻ കമ്മിറ്റി രൂപീകരിച്ച് NHുമായി ആ വിഷയം ചർച്ച ചെയ്ത് ആ കാര്യത്തിലും ധാരണയാക്കിയിട്ടുണ്ട്. 1.7 കിലോമീറ്റേഴ്സുള്ള അപ്രോച്ച് റോഡ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് ഗതാഗതവും എല്ലാം ഇതിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. അതിലുള്ള ക്രമീകരണങ്ങളുമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മാരിടൈം ബോർഡിൻ്റെ കീഴിൽ 17 തുറമുഖങ്ങളുണ്ട്. ആ 17 തുറമുഖങ്ങളിൽ 4 എണ്ണം പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തോടൊപ്പം തന്നെ കൊല്ലവും അഴീക്കലും ബേപ്പൂരും ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളെ കൂടി ഈ വിഴിഞ്ഞവുമായി ബന്ധിപ്പിച്ച് ഭാവിയിൽ ചരക്ക് ഗതാഗതത്തിന് വലിയ സൗകര്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നതും കേരളത്തിനാകെ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ മറ്റൊരു വശം കൂടിയാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖം കാഴ്ചവെക്കുന്നു. അതിനുവേണ്ടി വലിയ രൂപത്തിലുള്ള പരിശ്രമമാണ് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഏറ്റെടുത്തത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാം. എന്താണ് ഈ ആദ്യ മദർഷിപ്പിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ എന്തൊക്കെയാണ്, എത്ര കണ്ടെയ്നറുകൾ, അങ്ങനെ അതോടൊപ്പം തന്നെ എത്ര നാൾ ഈ ഒരു ട്രയൽ റൺ നടത്തി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് തീരുമാനം? ഇപ്പോൾ വരുന്ന ഷിപ്പ് 11-ാം തീയതി വൈകിട്ടത്തോടു കൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിലുള്ള കണ്ടെയ്നർ ഇറക്കുമതി ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്നതാണ് ആദ്യത്തെ ട്രയൽ റൺ എന്ന് പറയുന്നത്.
നമ്മൾ ഒരു വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു 10 ലക്ഷം കണ്ടെയ്നറെങ്കിലും നമുക്ക് ഇറക്കാൻ കഴിയും എന്ന രൂപത്തിലാണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതൊരു പക്ഷേ വലിയ രൂപത്തിലുള്ള ക്വാണ്ടിറ്റിയിലേക്ക് അത് മാറി വരും എന്നുള്ളതാണ്. ഓരോ തരത്തിലും ഒരു കണ്ടെയ്നറിന് 6 തൊഴിൽ ദിനങ്ങൾ എന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കണക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ലോകത്തെവിടെയുമില്ലാത്ത സൗകര്യങ്ങളോടുകൂടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ തീരത്തുനിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് എത്തും എന്നുള്ളതാണ്. നമുക്ക് മറ്റ് പ്രദേശങ്ങളെടുക്കുമ്പോൾ കൊച്ചി പോലും എടുത്തു കഴിഞ്ഞാൽ 73 കിലോമീറ്റർ അകലെ മാത്രമേ മദർഷിപ്പ് വരുള്ളൂ. അതേസമയത്ത് നമുക്ക് വിഴിഞ്ഞത്ത് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഉള്ള ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി കൂടുതൽ ഷിപ്പുകൾ വരാനുള്ള സൗകര്യവും ഇവിടെ സംജാതമാകുകയാണ്. അതുവഴി കൂടുതൽ കണ്ടെയ്നർ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യവും വരുന്നു. ഈ വിഴിഞ്ഞം പദ്ധതി നമുക്കറിയാം, ഇതിന്റെ തുടക്കം മുതൽ ഉള്ളൊരു യാത്ര പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ മദർഷിപ്പ് എത്താൻ പോകുന്നു. പക്ഷേ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇതിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ ആദ്യ മദർഷിപ്പ് എത്തുന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. നിശ്ചയമായും പല ഘട്ടങ്ങളിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, പല രൂപത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഏറെ സമചിത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ ആ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്തതിൻ്റെ നെറ്റ് റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നത് എടുത്തു പറയത്തക്ക കാര്യമാണ്. അത് സൂചിപ്പിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓണസമ്മാനമായിട്ട് കമ്മീഷനിങ് പ്രതീക്ഷിക്കാമോ? നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് നിൽക്കുന്നത്. ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി പൂർണ്ണതയിൽ എത്തിക്കേണ്ടതുള്ളത് കൊണ്ട് അത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് കഴിയുന്നത്ര വേഗത്തിൽ, ഇപ്പോൾ ഡിസംബറാണ് നമ്മൾ നേരത്തെ ലക്ഷ്യമിട്ടത്, ഒരുപക്ഷെ അതിനു മുമ്പ് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. അത് അടുത്ത ബോർഡ് മീറ്റിംഗ് കൂടുമ്പോഴേക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോൾ ചോദിച്ച രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏതായാലും വളരെയധികം നന്ദി മിനിസ്റ്റർ, നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളയിൽ പങ്കെടുത്തതിന്. അതോടൊപ്പം തന്നെ ഈ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നമ്മൾ അടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അങ്ങയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി തന്നത്. താങ്ക് യു.